ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മുടെ ജെറിൻ ബ്രോ, അതായത് നമ്മുടെ ഈ ചാനലിൽ മറ്റൊരു ഇൻ്റർസെപ്റ്ററുള്ള ജെറിൻ ബ്രോ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വർക്കലയിലേക്ക് പോകാൻ. അപ്പോൾ വർക്കല ഞാൻ മുന്നേ പോയിട്ടുണ്ടെങ്കിലും ക്ലിഫിൽ അല്ലെങ്കിൽ മറ്റ് കാപ്പിലൊന്നും ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് വർക്കല ടൗണിൽ മാത്രം ഞാൻ പോയിട്ടുള്ളൂ. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ ഈ പ്രദേശത്ത് ഒരുപാട് നമ്മൾ പ്രത്യേക സ്പെഷ്യൽ സ്ഥലങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അത് 2000 വർഷത്തിന്മേൽ പഴക്കമുണ്ടെന്നാണ് അതിന് പറയപ്പെടുന്നത്. അതുപോലെ ശിവഗിരി മഠം, പിന്നെ പാപനാശം ബീച്ച്, ഏറ്റവും ക്ലീനായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം ഈ സ്ഥലത്തെ പേൾ ഓഫ് അറേബ്യൻ സീ എന്നാണ് ഫോറിനേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. അതായത് അറബിക്കടലിൻ്റെ മുത്ത് എന്നാണ് ഈ വർക്കലയെ കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ വർക്കലയിൽ നമുക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു പോകാൻ പറ്റുന്ന ഒരു വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 36 കിലോമീറ്റർ, അല്ലെങ്കിൽ കൊല്ലം ടൗണിൽ നിന്നും ഒരു 28 കിലോമീറ്റർ അത്രേ ഉള്ളൂ വർക്കല പോകാൻ. ഇപ്പം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയൊരു ഭാഗത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ ചടയമംഗലം കയറി വന്നു. NH 66 ഇറങ്ങിക്കഴിഞ്ഞിട്ട് പാരിപ്പള്ളി എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടുന്ന് ടേൺ ചെയ്ത് ഒരു 7 കിലോമീറ്റർ എത്തുമ്പോൾ നമ്മൾക്ക് വർക്കല എത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ വർക്കല ക്ലിഫും മറ്റേ കാപ്പിൽ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. കാപ്പിൽ എന്ന് പറയുമ്പോൾ കടലും കായലും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ വർക്കല ക്ലിഫിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ നമുക്കിന്ന് കാണാം. ഇപ്പോൾ നമ്മളുള്ളത് വർക്കലയാണ്. വർക്കല നമ്മുടെ ക്ലിഫിൽ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. കേരളത്തിൽ പാരാഗ്ലൈഡിങ് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് വർക്കല ക്ലിഫ്. ഇവിടെ നമ്മൾ നവംബർ ടു ഏപ്രിലാണ് അവരുടെ സീസൺ ടൈം. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു പരീക്ഷണ പറക്കലാണ്. അല്ലെങ്കിൽ നമുക്കിത് പാരാഗ്ലൈഡിങ്ങിന് കയറാൻ പറ്റും, പക്ഷേ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല. വേറൊരു ദിവസം നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ടാവാം ഒരു പ്രത്യേക ഭംഗി കടൽ കാണാൻ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സീസൺ വരാൻ പോകുന്നതുകൊണ്ട് ഇവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത മാസം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും. പിന്നെ കൊറോണയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ കാണാനേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നതാണ്. ഇതിപ്പം നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നമുക്ക് റെഡിയാക്കി തരും. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് അധികം ഇല്ലാത്തത്. സീസണുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഇവിടെ ഫുൾ ഇത് തന്നെ ആയിരിക്കും പരിപാടി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി എന്താ പറയുക, ഗോവ പോലെയാണ്. നമുക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. വളരെ മനോഹരമായിട്ടുള്ള സ്പോട്ടുകളാണ് കേട്ടോ. നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലെയുള്ള സ്പോട്ടുകളാണ്.
എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നത് എനിക്കറിയില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ടൈപ്പ് ഫുഡുണ്ട് കേട്ടോ, അതാണ് മെയിൻ. ഫുഡെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നിട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള എല്ലാ കുസീൻസും ലൈക്ക് ഇറ്റാലിയൻ, ഫ്രഞ്ച് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ് ക്ലിഫ്. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കാപ്പിലാണ്. അവിടെ കടലും കായലും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ വെള്ളം ഇല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അവിടെ വരെ പോകാം. ഇതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു 2-3 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഉണ്ട് നമ്മൾ കാപ്പിലിൽ പോകാൻ. അപ്പോൾ അത് സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവുകയാണിപ്പോൾ നമ്മൾ കാപ്പിലേക്ക്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞാൻ വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ട്രാവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചാനലാണ്. പ്ലസ് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് റിവ്യൂ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ പോകത്തില്ല. പക്ഷേ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സൊക്കെ നമ്മൾ ബൈ ചാൻസ് നമ്മൾ നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. പ്ലസ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ലൈക്ക് എല്ലാവരും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ലൈക്ക് റോസ് മല പോകുന്നത് എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ